എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മൂവിയാണ്. ഒരു അച്ഛൻ്റെയും മകൻ്റെയും റിലേഷൻഷിപ്പിനെ പറ്റി വളരെ മനോഹരമായിട്ട് പറഞ്ഞൊരു കഥയാണിത്. ഇത് നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കരയിപ്പിക്കുകയും ഈ മൂവി ചെയ്തിട്ടുണ്ട്. ഇത് 2025 റിലീസ് ചെയ്തൊരു മൂവിയാണ്. ഒരു പ്രേതം തൻ്റെ മകളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ നായകൻ്റെ ഒപ്പം കൂടുന്നു. അവസാനം ഈ പ്രേതവും ഈ നായകനും കൂടെ ചേർന്ന് ഒരു ഡീലുണ്ടാക്കുന്നു. തൻ്റെ മകളെ കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞാൽ ഇവനെ പണം ഉണ്ടാക്കാൻ സഹായിക്കാം എന്നുള്ളൊരു ഡീല് വയ്ക്കുകയാണ്. പക്ഷേ ആ പണം ഉണ്ടാക്കുന്ന സമയത്ത് ഇവൻ എത്രത്തോളം ക്യാഷ് ഉണ്ടാക്കുന്നു അത്രത്തോളം അവൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾ ആരാണോ അവർക്ക് അപകടം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് വലിയ എമൗണ്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ അച്ഛന് അത് അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ വലിയ എമൗണ്ടൊന്നും ചോദിക്കാറുമില്ല. ഇവൻ ബെറ്റിങ്ങിലൂടെയാണ് പണം ഉണ്ടാക്കുന്നതും ആ പണം നേടാൻ വേണ്ടിയിട്ട് ആ പ്രേതം അവനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രേതത്തിൻ്റെ മകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവനും സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് ആ പ്രേതത്തിൻ്റെ മകളെ കണ്ടു. ഈ അച്ഛൻ ഈ ദൂർത്തടിച്ച് നടക്കുന്ന ഈ മകനെ നല്ല സ്വഭാവത്തിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ളൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള വളരെ ഇമോഷണലും കോമഡിയും ഒക്കെ ചേർന്നൊരു മൂവിയാണിത്. ഇയാളുടെ മകൻ തുടക്കത്തിൽ തന്നെ ഗാംബ്ലിങ്ങും ഡ്രഗ്സും അതുപോലെ ഡ്രിങ്ക്സും ഒക്കെ കഴിച്ച് വളരെ ഒരു മോശപ്പെട്ട ലൈഫ് ലീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവൻ്റെ അച്ഛൻ ഒരുപാട് സങ്കടത്തിലാണ്. ഇവനെ എങ്ങനെയെങ്കിലും നേരെയാക്കണമെന്ന് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവസാനം ഒടുവിൽ അവൻ കണ്ടുപിടിക്കുന്നുണ്ട് ഇവൻ്റെ മകൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അതവൻ്റെ അച്ഛനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ പ്രേതവും മനസ്സിലാക്കി താൻ ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരുന്ന മകൾ മരിച്ചു പോയെന്ന് ആ പ്രേതവും മനസ്സിലാക്കിയാണ്. അങ്ങനെ എല്ലാവരും ഒരുപാട് തകർന്നിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ അച്ഛൻ ഇവനെ ഒരു റൂമിലിട്ട് പൂട്ടിയാണ് ചങ്ങലക്കിട്ട്, കാരണം ഇവൻ ഡ്രഗ്സ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡ്രാമയിൽ ഒരുപാട് ട്വിസ്റ്റും അതുപോലെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ പറയാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ എപ്പോഴും ഇവനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഈ അച്ഛനും മകനും തമ്മിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ആ പ്രേതത്തിന് അവരെ മകളെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ, അങ്ങനെ പല ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതൊക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മൂവി കണ്ട് തന്നെ മനസ്സിലാക്കണം. മൂവിയുടെ പേര് വന്നിട്ട് ബെറ്റിംഗ് വിത്ത് ഗോസ്റ്റ് എന്നാണ്. യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ഫുൾ മൂവി ഈ സബ്ടൈറ്റിലോട് കൂടി തന്നെ അവൈലബിൾ ആണ്. ഇവൻ അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഇവനെ പല കാര്യത്തിലും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ തെറ്റിദ്ധാരണകൾ അവസാനം മാറുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതും നമുക്ക് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം വളഞ്ഞ വഴികളിലൂടെയൊക്കെ ശ്രമിക്കുന്നതെന്നും ഇവൻ ഈ ഇത്രയും നല്ലൊരു ബിഹേവിങ്ങോടുകൂടി ഉണ്ടായിരുന്ന ഒരു പയ്യൻ എങ്ങനെയാണ് ഈ ഒരു സ്വഭാവത്തിലെത്തി പെട്ടതെന്നും ഒക്കെ ഈ കഥയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി എങ്ങനെയാണ് മരിച്ചതെന്നും തൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും ഒക്കെ ഈ കഥയിലുണ്ട്. പക്ഷേ എനിക്കിതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ റിവീൽ ചെയ്യാത്തത്. വളരെ ഇമോഷണൽ കോമഡി സസ്പെൻസ് ത്രില്ലറാണെന്ന് മാത്രം ഞാൻ പറയുന്നു. താങ്ക് യു.